ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കി ഉണ്ണിയേശുവിൻ്റെ പിറവിക്കായി ലോകജനത കാത്തിരിക്കുന്നു. എന്താണ് നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്? നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു പരിത്രാണത്തിൻ്റെ സമയമാണ്. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളിലുള്ള ദൈവം തന്നെയാണ് സകലരിലുമുള്ളത്. ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ മറ്റൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. എന്താണ് ഈ പരിത്രാണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പരിത്രാണം എന്ന് വെച്ചാൽ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ രക്ഷ എന്നർത്ഥം. അങ്ങനെയെങ്കിൽ നോമ്പിലൂടെ നമ്മൾ നമ്മളെ തന്നെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മീയ വികാസമാണ് നോമ്പിലൂടെ സംഭവിക്കുന്നത്. അതിനുതകുന്നതായിട്ടുള്ള 2 ചിന്തകൾ പങ്കുവയ്ക്കാനായി ഞാൻ അല്പസമയം ആഗ്രഹിക്കുന്നു. ഒന്ന്, നിങ്ങൾ മറ്റുള്ളവരെ വീണ്ടെടുക്കണം, മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ നമ്മളെ തന്നെ വീണ്ടെടുക്കുവാനായി ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കണം. ഈ 2 കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ആഹ്വാനമാണ് ഓരോ നോമ്പ് കാലഘട്ടവും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. യെശയ്യാവ് പ്രവചന പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പ്രവാചകനോട് ദൈവം ശക്തമായി പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കൽപ്പനയാണ്. പാപബോധം ഉണരേണ്ടതിന് ജനങ്ങളോട് ഗുരുതരമായ ഒരു കാര്യമാണ് അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്. ഉറക്കെ വിളിക്കുവിൻ, അടങ്ങിയിരിക്കരുത്. നിന്റെ ശബ്ദം കാഹളം പോലെ ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനങ്ങളും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളും അറിയിക്കുവാനായി ദൈവം പ്രവാചകനോട് കൽപ്പിക്കുന്നു. രണ്ടാമത്തെ വാക്യമെന്ന് പറയുന്നത്, ജനത്തിൻ്റെ അഭിപ്രായം അവർ ദൈവത്തിനോട് പങ്കുവയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിനോട് അവർ പറയുന്ന വാക്കുകളാണത്. ഞങ്ങൾ നീതിമാന്മാരെന്ന് പറയുന്നുണ്ട്. ദിനം പ്രതി എന്നെ അന്വേഷിക്കുന്ന, നീതി പ്രവർത്തിക്കുന്ന ജനമാണ്, ന്യായം ഉപേക്ഷിക്കാത്ത ജനമാണ്. ജാതികളെ പോലെയല്ല, സ്വയം നീതിമാന്മാരെന്ന് പറയുന്ന ആളുകളെ അവർ വരച്ചു കാട്ടുന്നുണ്ട്. എന്നാൽ 3-ാമത്തെ വാക്യമെന്ന് പറയുന്നത് അതൊരു പരിഭവമാണ്. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നുണ്ട്, ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഉപവാസമെടുക്കുന്നുണ്ട്, എന്നിട്ടും എന്തേ നീ ഞങ്ങൾക്ക് നേരെ കണ്ണു തുറക്കാത്തത്? ഞങ്ങൾ ആത്മതപനം ചെയ്തിട്ടും എന്തുകൊണ്ട് നീ അറിയുന്നില്ല എന്ന് ജനങ്ങൾ ദൈവത്തിനോട് പരിഭവം പറയുന്ന ഒരു വാക്യം ആണ് യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമെന്ന് പറയുന്നത്. ജനങ്ങൾ ദൈവത്തിനോട് പരിഭവം പറയുന്നു. ഞങ്ങളെല്ലാവരും നോമ്പ് നോൽക്കുന്ന ആളുകളാണ്, ഞങ്ങളെല്ലാവരും ഉപവസിക്കുന്നവരാണ്, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ എന്നിട്ടും ദൈവമേ, നീ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നേരെ മുഖം തിരിച്ചിരിക്കുന്നു? അതിൻ്റെ ഉത്തരമാണ് 4-ാം വാക്യത്തിൽ ദൈവം അവരോട് പറയുന്നത്. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ടും അടിക്കേണ്ടതിനും ഉപവസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് ഉപവസിക്കുന്നത്. ജനങ്ങളുടെ പരിഭവത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾ ഉപവസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരിഭവ പറച്ചിലിന് ദൈവത്തിൻ്റെ മറുപടിയാണ് എന്താ പറയുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് ഉപവസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നോമ്പ് കാലഘട്ടം കൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തത്തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ഉപവസിക്കുന്നില്ല. ജനങ്ങളുടെ പരിഭവത്തിന് ദൈവത്തിൻ്റെ ഉത്തരമാണ്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വം കാണുമെന്ന്.
നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും ബഹുമാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന്. നമ്മൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് നമ്മുടെ ഉപവാസങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ സാധിക്കണം. ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മീയ വികാസം സംഭവിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടം അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.